ദേശീയപാത അതെപ്പോഴും ഇത് കഴിയുമ്പോൾ ദേശീയപാതയുടെ വികസനം കഴിയുമ്പോൾ അല്ലെങ്കിൽ ദേശീയപാത നിർമ്മാണം കഴിയുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ അമ്മാവനും മരുമോനും കൂടെ അങ്ങ് എടുക്കും. ഇത് പിന്നെ തകർന്ന് തരിപ്പണമാകുമ്പോൾ അത് നിർമ്മാണ കമ്പനികളുടെയും കേന്ദ്ര സർക്കാരിന്റെയും തലയിൽ കൊണ്ടുവയ്ക്കും. ഇപ്പോ അതുപോലൊരു സംഭവമാണ് നടന്നിരിക്കുന്നത്. എന്താണ് കാര്യം? മലപ്പുറം കൂരിയാട് ദേശീയപാത ഏതാണ്ട് 250 മീറ്ററോളം വരുന്ന പ്രദേശം, അതാണ് ഏതാണ്ട് പൂർണ്ണമായും തകർന്നത്. അതായത് ഉയരപ്പാതയാണ്. ആ ഉയരപ്പാത പൂർണ്ണമായും ഇടിഞ്ഞ് സർവീസ് റോഡിലേക്ക് വീണ് 3 കാറുകൾ അപകടത്തിൽപ്പെട്ടു. ആ അപകടത്തിൽ 8 പേർക്ക് പരിക്കുണ്ട്. അതിൽ 3 പേർ കുട്ടികളാണ്. എന്തോ ദൈവഭാഗ്യത്തിന് മരണമുണ്ടായില്ല. ഉണ്ടായിരുന്നെങ്കിൽ ആ അപകടത്തിൻ്റെ ആഘാതം എത്രത്തോളം ഉണ്ടാകും. എന്തോ ഭാഗ്യത്തിന് ഉണ്ടായില്ല. ഇനിയും ഇതേപോലെ സമാനമായ തകർന്ന് വീഴാറായ ദേശീയപാത, അതായത് നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാത കേരളത്തിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പേടിപ്പെടുത്തുന്ന സംഗതി. ചാവക്കാട് സമാനമായ രീതിയിൽ വിള്ളൽ വീണിട്ടുണ്ട് ദേശീയപാതയിൽ, നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാതയിൽ. അതിൻ്റെ ചിത്രങ്ങളെല്ലാം ദൃശ്യങ്ങളും എല്ലാം പ്രചരിക്കാൻ തുടങ്ങിയപ്പോൾ ഈ എന്താ പറയുക, ടാറ് കലക്കി ഒട്ടിക്കുന്ന പോലുള്ള പരിപാടി, അതായത് മഴവെള്ളം താഴോട്ട് ഇറങ്ങുമ്പോഴാണ് ഈ ദേശീയപാത ഇത് ചെളി എല്ലാം വികസിച്ച് പുറത്തേക്ക് തെറിക്കുന്ന ഒരവസ്ഥയുണ്ടാകും. അപ്പം വെള്ളം താഴേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടി ടാർ മിശ്രിതം ഒഴിച്ച് അടയ്ക്കുന്ന ദയനീയ കാഴ്ചകളും ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇതിൻ്റെ വാസ്തവം എന്തെന്നാൽ, ഈ ദേശീയപാത നിർമ്മാണം അതായത് ഏത് നിർമ്മാണ പ്രവർത്തനമായാലും ശരി, ആ പ്രദേശത്തിൻ്റെ പ്രത്യേകത പരിഗണിച്ച് വേണം നിർമ്മിക്കാൻ. ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ്, AC റോഡ് എന്നാണ് ചുരുക്കപ്പേര് പറയുക. കാലാകാലങ്ങളായി നമ്മൾ ദൃശ്യമാധ്യമങ്ങളിൽ കണ്ടിട്ടുണ്ട്. അവിടെ ഈ മഴക്കാലത്ത് വെള്ളം കയറുന്നതും റോഡ് ഗതാഗതം നിശ്ചലമാകുന്നതും. ആ ഘട്ടത്തിൽ അവിടെ ഈ വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിലെല്ലാം ഉയരപ്പാത നിർമ്മിക്കാനായിട്ട് തീരുമാനം, ഫ്ലൈ ഓവറുകൾ. മുൻകാലങ്ങളിൽ അവിടെ ഈ റോഡ് പുനർനിർമ്മിക്കുക, അതിൻ്റെ ഉയരം കൂട്ടിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഈ പാതയുടെ അടിഭാഗം മുഴുവൻ ചെളിയാണ്. ഈ കനാൽ കുഴിച്ച് ചെളി ഇട്ട് മൂടിയ പ്രദേശത്താണ് ആ റോഡ് നിർമ്മിച്ചത്. അതുകൊണ്ട് ഈ ഭാരമേറിയ വാഹനങ്ങൾ പോകുമ്പോൾ ഈ ഭാരത്തിൻ്റെ അനുസരിച്ച് റോഡ് താഴേക്ക് താഴും. അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടിയാണ് അവിടെ ഉയരപ്പാതകൾ. അത് അവിടുത്തെ സ്ഥലത്തിൻ്റെ പ്രത്യേകത പരിഗണിച്ച് ആവിഷ്കരിച്ച നിർമ്മാണ രീതിയാണ്. ജി സുധാകരൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നപ്പോഴാണ് ആ ഒരു പദ്ധതി നിർദ്ദേശിച്ചത്. അങ്ങനെ നിർദ്ദേശിച്ച ജി സുധാകരൻ ഇപ്പോൾ രാഷ്ട്രീയ കേരളത്തിലെ അപ്രസക്തനായി. പകരം മുഹമ്മദ് റിയാസാണ് ഇപ്പോൾ കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത്. അദ്ദേഹം അവകാശപ്പെട്ട ഒരു കാര്യമുണ്ട്. 25%, ഏതാണ്ട് 5550 കോടി കേരള സർക്കാർ മുടക്കിയത് കൊണ്ടാണ് ഈ ദേശീയപാത നിർമ്മാണം കേരളത്തിൽ യാഥാർത്ഥ്യമായത്. ഇല്ലെങ്കിൽ 2014 തന്നെ ഈ നിർമ്മാണം ഉപേക്ഷിക്കേണ്ടി വന്നാൽ. ഏതാണ്ട് കേരളത്തിൻ്റെ പൊതു രാഷ്ട്രീയ ചിത്രം അതുതന്നെയായിരുന്നു. കാര്യം ദേശീയപാത നിർമ്മാണം നിലച്ചു കിടക്കുന്ന ഒരവസ്ഥ. അതിൻ്റെ കാരണമുണ്ട്. ഇവിടെ ഭരണ പ്രതിപക്ഷ ഭേദമന്യേ ദേശീയപാത നിർമ്മാണം എന്തോ വലിയൊരു പ്രശ്നം എന്ന രീതിയിൽ ഒരു പ്രതീതി സൃഷ്ടിക്കുകയും പൊതുജനങ്ങളെ അവരെ ഭയവിഹുലരാക്കി സമരരംഗത്തേക്ക് തള്ളിവിടുകയും ചെയ്യുന്നുണ്ടായിരുന്നു. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ഒരു സർവകക്ഷി യോഗം ചേരുകയും 45 മീറ്റർ മതി, അതായത് ഇപ്പോൾ കാണുന്ന ഈ 6 വരിപ്പാത 4 വരിപ്പാതയൊന്നും വേണ്ട, കേരളത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് 45 മീറ്റർ മാത്രം മതി എന്ന രീതിയിലുള്ളൊരു പ്രഖ്യാപനം നടത്തിയ ആളാണ് അന്നത്തെ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ. അന്നത്തെ സർവകക്ഷി യോഗത്തിൻ്റെ തീരുമാനം എന്ന നിലയിൽ അതിൻ്റെ തുടർച്ചയായി വന്ന മുഹമ്മദ് റിയാസ്, പിണറായി സർക്കാരിൻ്റെ മുഹമ്മദ് റിയാസ് ആണ് പറയുന്നത് 2014 ഈ പദ്ധതി ഉപേക്ഷിച്ചതാണ്, ഞങ്ങൾ വന്നതുകൊണ്ടാണ് ഇതിൻ്റെ പുനരാരംഭിക്കുക. എന്തോ ആയിക്കോട്ടെ. പക്ഷെ അദ്ദേഹം അവകാശപ്പെട്ട മറ്റൊരു സംഗതി കൂടിയുണ്ട്. കേന്ദ്ര സർക്കാരും അല്ലെങ്കിൽ ദേശീയപാത അതോറിറ്റിയുമാണ് നിർമ്മാണം നടത്തുന്നതെങ്കിലും ഇതിൻ്റെ മേൽനോട്ട ചുമതല സംസ്ഥാന സർക്കാരിനാണ്. സംസ്ഥാന സർക്കാർ കൃത്യമായി മേൽനോട്ടം വഹിക്കുന്നതുകൊണ്ടാണ് കാര്യങ്ങൾ ഇത്ര ദ്രുതഗതിയിൽ പോകുന്നത്. അതിൻ്റെ ക്രെഡിറ്റ് ഞങ്ങൾക്കാണ്. അതിൻ്റെ പിന്നെ ഒന്നുകൂടി പറയുന്നുണ്ട്, ഈ അനുബന്ധ ജോലികൾ മുഴുവൻ ചെയ്യുന്നത് സംസ്ഥാന സർക്കാരാണ്. ഇവിടുത്തെ മരം വെട്ടി മാറ്റുന്നത് ഉഗാണ്ടയിൽ നിന്ന് വന്ന ആൾക്കാരല്ല, ഇവിടുത്തെ വൈദ്യുതി തൂണുകൾ എടുത്തു മാറ്റുന്നത് ജപ്പാൻകാരല്ല എന്ന രീതിയിൽ പരിഹാസ രൂപേണ പ്രസ്താവന നടത്തിയ ആളാണ് അന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ്. ആ മുഹമ്മദ് റിയാസ് ഇക്കാര്യത്തിൽ മൗനം പാലിക്കുകയാണ്. കാരണം ഈ ദേശീയപാത തകർന്നെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം അതിൻ്റെ നിർമ്മാണം നടത്തിയിരിക്കുന്ന കമ്പനിയുടെ അപാകത എന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ദേശീയപാത അതോറിറ്റിക്ക് മാത്രമാണ്, സംസ്ഥാന സർക്കാരിന് ഇതിലൊരു റോളുമില്ല എന്ന തരത്തിലുള്ള ഒരു നിലപാടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഒരു കാര്യം കൂടി പറയാം. ഇപ്പോൾ അപകടം നടന്ന സ്ഥലത്ത് 8 പേർക്ക് പരിക്ക് പറ്റിയെന്ന് പറയുന്നു. സാധാരണ ജനങ്ങൾക്കുണ്ടാകുന്ന ഒരു ഭീതി ഉണ്ടാകുമല്ലോ. ആ ഭീതി അകറ്റുക എന്നുള്ള പ്രാഥമികമായ ഉത്തരവാദിത്വം ആർക്കാണ്? ഇവിടുത്തെ സംസ്ഥാന സർക്കാരിനാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണകൂടത്തിനാണ്. അത് നിർവഹിക്കപ്പെടുന്നുണ്ടോ? ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല.
നിരവധി സ്ഥലങ്ങളിൽ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അപകടമുണ്ടായിട്ടുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ആലപ്പുഴ ബൈപ്പാസിന്റെ 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വലിയ ബീമുകൾ 2 നിലംപൊത്തിയത്. ആലപ്പുഴ ബീച്ച് എന്ന് പറയുന്നാൽ നൂറുകണക്കിന് സഞ്ചാരികൾ എത്തുന്ന സ്ഥലമാണ്. ആരെങ്കിലും അതിന്റെ അടിയിൽ പെട്ടിരുന്നെന്നുള്ള അവസ്ഥ ആലോചിച്ച് നോക്കൂ. ഇത് മാത്രമല്ല, ആലപ്പുഴ തുറവൂർ ദേശീയ ഉയരപ്പാത നിർമ്മാണം നടക്കുന്നത് ഏറ്റവും വലിയ ഉയരപ്പാത നിർമ്മാണമാണ്. എത്ര തൊഴിലാളികളാണ് അവിടെ ജീവൻ പോയിട്ടുണ്ടോയെന്ന് അറിയാമോ? കാര്യം അവിടെ നിർമ്മാണത്തിൽ ഉണ്ടാകുന്ന അപാകതകൾ, മേൽനോട്ടക്കുറവ്, ഇതുകൊണ്ട് എത്രയോ നിർമ്മാണ തൊഴിലാളികൾ അവർ ഇതര സംസ്ഥാന തൊഴിലാളികളായതുകൊണ്ട് മാത്രമാണ് നമ്മുടെ പൊതുജന മധ്യത്തിൽ അതൊന്നും ചർച്ച ചെയ്യപ്പെടാത്തത്. മലയാളികൾ അടക്കമുള്ളവരാരെങ്കിലും ആ അപകടത്തിൽ പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതായിരിക്കില്ല സ്ഥിതി. അപ്പോൾ ഇത്തരത്തിൽ ഗുരുതരമായ മേൽനോട്ടക്കുറവ് ഇതിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ആരും തയ്യാറാകുന്നില്ല എന്നുള്ളത് ദുഃഖകരമായ യാഥാർത്ഥ്യം നിലനിൽക്കുന്നു. ഒരു കാര്യം കൂടി പറയാം. ഇ ശ്രീധരൻ, അദ്ദേഹമാണല്ലോ ഇപ്പോൾ കേരളത്തിൽ പൊതുജന അംഗീകാരമുള്ള ഒരു വിദഗ്ധൻ. അദ്ദേഹം ഇക്കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കൂരിയാട് നടന്ന നിർമ്മാണ പ്രവർത്തനം തികച്ചും അശാസ്ത്രീയമാണ്. അവിടുത്തെ പ്രാദേശികമായ പ്രത്യേകത പരിഗണിച്ചിട്ടില്ല. അതൊരു വയൽ ഉള്ള പ്രദേശമാണ്, സ്വാഭാവികമായും ചതുപ്പ് നിലം എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ നിർമ്മാണം നടത്തുമ്പോൾ ഒരു കാരണവശാലും ഈ മണ്ണിട്ട് നികത്തിയുള്ള നിർമ്മാണം പാടില്ലായിരുന്നു. കാരണം ഭാരം വരുന്നതനുസരിച്ച് റോഡ് താഴേക്ക് ഇടിയും, സ്വാഭാവികമാണ്. ഇത്രയും പോട്ടെ, ഈ ശ്രീധരനെ വിട്ടേക്കൂ. ഒരു യൂട്യൂബർ ഉണ്ട്, ഓൾ റൗണ്ട് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഉണ്ട്. അദ്ദേഹം കൂലിപ്പണിക്കാരനാണ്, അതായത് ഈ നിർമ്മാണ തൊഴിൽ ഏർപ്പെടുത്തുന്ന ഒരു സാധാരണക്കാരൻ. അദ്ദേഹം മാസങ്ങൾക്ക് മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഈ പൂട്ടുകട്ടകൾ, അതായത് ഇന്റർലോക്ക്, അത് സിമെന്റ് ഉപയോഗിക്കാതെ വെറുതെ അത് ഈ പരസ്പരം കൊളുത്തി വെക്കുന്ന ഒരു സംവിധാനമാണ്. അത് ഇത്രയും വലിയ ഉയരത്തിൽ അടുക്കി വെച്ച് അതിനുള്ളിൽ മണ്ണ് നിറച്ചാൽ അത് അപകടമുണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് വെറും സാധാരണക്കാരനെ അദ്ദേഹം പോലും തന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെയുള്ള ഉദ്യോഗസ്ഥരോ ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളോ യാതൊന്നും തന്നെ ഈ ഒരു അപകട സാധ്യത മുന്നിൽ കണ്ടിട്ടില്ല. അപകടമുണ്ടാകുമ്പോൾ മാറി നിന്ന് കൈ കഴുകുക എന്നല്ലാണ്ട് യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇനി ഇതിന്റെ ഇപ്പൊ ക്രെഡിറ്റ് ഏറ്റെടുത്ത് കഴിഞ്ഞു, ഇപ്പൊ കൈയൊഴിയുകയും ചെയ്തു. ഇനി ഇതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ കേന്ദ്ര സർക്കാരിന്റെ തലയിൽ നിതിൻ ഗഡ്കരിക്കും മോദിക്കും ആയിരിക്കുമല്ലോ ഇതിന്റെ തെറിവിളി മുഴുവൻ. ഇപ്പോൾ ഈ ദേശീയപാത നിർമ്മാണം ഇപ്പോൾ എങ്ങനെയെങ്കിലും നടക്കുന്നതിൻ്റെ മുഴുവൻ ക്രെഡിറ്റ് ഗഡ്കരിക്കാണെന്ന് സംശയം പറയേണ്ടി വരും. ഇവിടെ എല്ലാം ഇതിൻ്റെ ഈ വീതം വാങ്ങൽ മാത്രമേ നടന്നിട്ടുള്ളൂ. ഇതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും നിതിൻ ഗഡ്കരിക്കാണ്. അദ്ദേഹം ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ചുമതല ഏറ്റെടുത്തതിന് ശേഷമാണ് കേരളത്തിൽ ദേശീയപാത ഇത്രത്തോളം വന്നിട്ടുള്ളതെന്ന് ഭരണ പ്രതിപക്ഷ ഭേദമന്യേ ഇവിടെ അംഗീകരിക്കുന്ന ഒരു വസ്തുതയാണ്. അതുമാത്രമല്ല, ഇപ്പോൾ ഈ ദേശീയപാത നിർമ്മാണം പുരോഗമിക്കുന്നതിന് പുറമെ 3 ലക്ഷം കോടിയുടെ പുതിയ പദ്ധതികളും അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതിനു മുമ്പും ഇവിടെ പല കേന്ദ്ര സർക്കാരുകളും വന്നിട്ടുണ്ട്, BJPയുടേതും വന്നിട്ടുണ്ട്, കോൺഗ്രസിൻ്റെയും വന്നിട്ടുണ്ട്. എല്ലാം അന്നൊന്നുമില്ലാത്ത പുരോഗതിയും വേഗതയും ഇന്നുണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് നിതിൻ ഗഡ്കരിക്ക് മാത്രമാണ്. പക്ഷേ അതിൻ്റെ വീതം പറ്റിയിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ മാറി നിന്ന് കൈ കഴുകുക, അതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടുക എന്നൊക്കെ പറയുന്നത് ബാലിശമായ ഏർപ്പാടാണെന്നേ പറയേണ്ടി വരും. തീർച്ചയായിട്ടും ഈ ക്രെഡിറ്റ് മാത്രം തട്ടിയെടുത്തിട്ട് കാര്യമില്ല. ആ സ്ഥലത്തിന്റെ പ്രശ്നങ്ങൾ പഠിച്ച് അത് കൃത്യമായി ചെയ്ത് മുന്നോട്ട് പോയില്ലെങ്കിൽ ഇതുപോലെ 8ന്റെ പണി കിട്ടുമെന്നുള്ളത് ക്രെഡിറ്റ് തട്ടിയെടുത്തിട്ട് കാര്യമില്ല. അത് കൃത്യമായി ചെയ്യാനും കൂടിയുള്ള ബോധം വേണം.